കൊടുക്കണമെന്നാണ്, ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ഇതും ദൈവത്തിൻ്റെ ഒരു ഗ്രന്ഥമാണെന്നാണ് പറയുന്നത്. എന്നാൽ ഖുർആനിലെത്തിയപ്പോഴേക്ക് വീണ്ടും ആ നിയമങ്ങളൊക്കെ തിരുത്തി പഴയ ജൂത നിയമം തന്നെ നടപ്പിലാക്കി. കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന നിയമം. അതനുസരിച്ചാണ് നൗഷാദിന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കാൻ വിധിയുണ്ടായത്. ആ വിധിക്കെതിരായി ലോകമെമ്പാടുമുള്ള മനസാക്ഷിയുള്ളവരെല്ലാവരും പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് നൗഷാദ് രക്ഷപ്പെട്ടത്. ഞാനിത് പറയാൻ കാരണം, മതനിയമങ്ങൾ നാം ജീവിക്കുന്ന കാലഘട്ടത്തിലെ മനുഷ്യത്വത്തിന് നിരക്കാത്ത നിയമങ്ങളാണ് എന്നും ആ മതമുണ്ടായ കാലഘട്ടത്തിലെ ഗോത്ര സമൂഹങ്ങൾക്ക് മാത്രം യോജിച്ചവയാണ് എന്നുള്ളതിൻ്റെ ഉദാഹരണം എന്ന നിലക്കാണ്. ശിക്ഷാ നിയമങ്ങൾ മാത്രമല്ല, സിവിൽ നിയമങ്ങളിലേക്ക് കടന്നാലും മറ്റു നിയമങ്ങളിലേക്ക് കടന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. എന്താണ് ഇസ്ലാമിലെ ശിക്ഷാ സമ്പ്രദായങ്ങളും ഇസ്ലാമിലെ സാമൂഹ്യ നിയമങ്ങളും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഉദാഹരണത്തിന് നമ്മൾ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഷയം, വ്യഭിചാരത്തിന് കല്ലെറിഞ്ഞു കൊല്ലൽ ശിക്ഷ കൽപ്പിക്കുന്ന ഇസ്ലാമിൽ ബലാത്സംഗത്തിന് ശിക്ഷയില്ല എന്നത്. ബലാത്സംഗത്തിനിരയായ ഒരു സ്ത്രീക്ക് തന്നെ ആക്രമിച്ച പുരുഷനെതിരായിട്ട് പരാതി പറയാൻ പോലും ഇസ്ലാമിക നിയമമനുസരിച്ച് സാധ്യമല്ല എന്ന് മാത്രമല്ല, അങ്ങനെ പരാതി ഉന്നയിച്ചാൽ ഈ ഇരയാക്കപ്പെട്ട സ്ത്രീ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്നാണ് ഇസ്ലാമിലെ നിയമം. അതിന് പറയുന്ന കാരണം, ഒന്ന്, ബലാത്സംഗത്തിന് ഇസ്ലാമിൽ ശിക്ഷയേ ഇല്ല. ഇസ്ലാമിൽ ബലാത്സംഗം എന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നേ ഇല്ല, പരാമർശമേ ഇല്ല. വ്യഭിചാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഉഭയകക്ഷി സമ്മതത്തോടെയാണെങ്കിലും വ്യഭിചാരം, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നടക്കുന്ന വ്യഭിചാരത്തിന് കല്ലെറിഞ്ഞു കൊല്ലൽ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സ്ത്രീ വിജനമായ സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ മറ്റാരുമില്ലാത്ത സമയത്ത് ബലാത്സംഗത്തിനിരയായാൽ അവൾക്ക് തന്നെ ആക്രമിച്ച പുരുഷനെതിരെ പരാതി നൽകണമെങ്കിൽ 4 പുരുഷന്മാർ ഈ ബലാത്സംഗത്തിന് സാക്ഷി പറയണം. ദൃക്സാക്ഷികളായി 4 പുരുഷന്മാർ കോടതിയിൽ വന്നിട്ട് തെളിവ് നൽകണം എന്നാണ്. അങ്ങനെ 4 പുരുഷന്മാരോ അല്ലെങ്കിൽ 8 സ്ത്രീകളോ സാക്ഷികളായി പറയാനില്ല എങ്കിൽ പരാതി ഉന്നയിക്കുന്നവർക്ക് 80 ചാട്ടവാറടി ശിക്ഷ നൽകണമെന്നാണ് ഖുർആൻ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ബലാത്സംഗത്തിന് ഇരയാകുന്നവർ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പോയി പരാതി പറയാൻ നിർവാഹമില്ല ഇസ്ലാമിക നിയമം അനുസരിച്ച്. കാരണം 4 പുരുഷന്മാരെ 4 മൂലയ്ക്ക് സാക്ഷി നിർത്തിക്കൊണ്ട് ആരും ബലാത്സംഗം നടത്താറില്ല. ബലാത്സംഗം നടക്കുന്നത് പലപ്പോഴും സ്ത്രീകൾ ഒറ്റയ്ക്കാവുന്ന വീടുകളിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റു വല്ലയിടങ്ങളിലും വെച്ചോ. അവിടെ 4 പുരുഷന്മാരോ അല്ലെങ്കിൽ 8 സ്ത്രീകളോ ദൃക്സാക്ഷികളായി ഉണ്ടെങ്കിൽ മാത്രമേ ബലാത്സംഗത്തിനിരയായ സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പോയി പരാതി പറയാൻ പാടുള്ളൂ എന്നും, അല്ലാതെ സാക്ഷികളില്ലാതെ പരാതി പറഞ്ഞാൽ, ആ സ്ത്രീ പരാതി പറഞ്ഞാലും സ്ത്രീയുടെ ഭർത്താവ് പരാതി പറഞ്ഞാലും ഇത് കണ്ട 3 പേർ പോയി പരാതി പറഞ്ഞാലും 4മതൊരു സാക്ഷി കൂടിയില്ല എന്നതിന്റെ പേരിൽ ഈ പരാതിക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തി ചാട്ടവാറടി നൽകണം എന്നാണ് ഇസ്ലാമിലെ ശിക്ഷാ സമ്പ്രദായം. ഇത് എന്നാൽ നമ്മുടെ നാട്ടിലേക്ക് ആധുനിക തെളിവ് നിയമത്തിൽ ഇളവ് വരുത്തിക്കൊണ്ട് സ്ത്രീകൾക്കെതിരായുള്ള ആക്രമണങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ മൊഴി മാത്രം പരിഗണിച്ചുകൊണ്ട് ഈ പ്രതിക്കെതിരെ നടപടിയെടുക്കാമെന്ന നിലപാടാണ് ആധുനിക പരിഷ്കൃത സമൂഹം എടുത്തിട്ടുള്ളത്. ഇസ്ലാമിലെ എല്ലാ സാമൂഹ്യ വ്യവഹാരങ്ങൾക്കും മറ്റു കോടതി കേസുകൾക്കും 2 പുരുഷ സാക്ഷികളോ 4 സ്ത്രീ സാക്ഷികളോ മതി. പക്ഷേ വ്യഭിചാരവുമായി അല്ലെങ്കിൽ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട കേസിന് 4 പുരുഷ സാക്ഷികളോ 8 സ്ത്രീ സാക്ഷികളോ വേണം എന്ന നിലപാടാണ്. ഇത് ആധുനിക ധാർമ്മിക സങ്കല്പങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ തീർത്തും യുക്തിരഹിതവും മനുഷ്യത്വരഹിതവുമായ നിയമമാണ്. ഇതിനടിസ്ഥാനപരമായ പശ്ചാത്തലം നബിയുടെ ഏതോ പത്നിക്കെതിരായിട്ട് ലൈംഗിക ആരോപണം ഉണ്ടായി എന്നും അതിന് ആ നബിയുടെ പ്രിയപ്പെട്ട പത്നിയെ ഈ ആരോപണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഖുർആൻ വാക്യങ്ങളൊക്കെ ഇറങ്ങുന്നത്. പക്ഷെ അതെങ്ങനെ ലോകാവസാനം വരെ ഒരു വള്ളിപുള്ളി മാറ്റം വരുത്താത്ത പൊതു നിയമമായി വന്നു എന്നുള്ളത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ യുക്തി ഉപയോഗിച്ച് പരിശോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇന്ന് മനുഷ്യാവകാശത്തിൻ്റെ പേരിലൊക്കെ വലിയ വാചകമടി നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ, അവർ മൂടി വെക്കുന്ന ഒരുപാട് വസ്തുതകളുണ്ട്. ഇസ്ലാമിൻ്റെ വക്താക്കൾ ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും മതസൗഹാർദ്ദത്തെക്കുറിച്ചും ഒക്കെ ഇന്ന് പെരുമ്പറ കൊട്ടി പ്രചരിപ്പിക്കുന്നുണ്ട് ആളുകൾ.
റമദാൻ മാസത്തില് ഇവിടെ ഏതെങ്കിലും ഹിന്ദുക്കളൊന്നോ രണ്ടോ പേര് നോമ്പെടുത്താൽ അത് വലിയ വാർത്തകളായി ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രത്തിൽ വരുന്നു. നോമ്പ് കാലത്ത് ക്രിസ്ത്യൻ പള്ളിയിൽ മുസ്ലിങ്ങളെ വിളിച്ചു ഇഫ്താർ പാർട്ടി നടത്തി അവിടെ ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നതിന്റെ ഫോട്ടോ മാധ്യമം പ്രസിദ്ധീകരിക്കുന്നു. എന്നാൽ ഈ നിലപാട് തിരിച്ചാണെങ്കിൽ എന്താണ് സ്ഥിതി? ഒരു മുസ്ലിം വിശ്വാസിയായിട്ടുള്ള ഒരാള് ശബരിമലയ്ക്ക് മാലയിട്ടു, അല്ലെങ്കിൽ അയാൾ ഒരു ക്രിസ്ത്യൻ ആരാധനാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു, ഇതേ മനോഭാവം തിരിച്ച് നൽകാൻ കഴിയില്ല. കാരണം എന്താ? ഇസ്ലാമിലെ നിയമം എന്താണ്? മതവിശ്വാസം ഉപേക്ഷിക്കുന്നവനെ വധിച്ചു കളയണമെന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യനായ മൗദൂദി പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയിൽ നിന്നുള്ള ആൾ വിട്ടുപോയാൽ അയാളെ കൊല്ലണം എന്ന്. മുർത്തദിനെ വധിച്ചു കളയുക. മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അവരെ സ്വാഗതം ചെയ്യുകയും അവർക്ക് പ്രത്യേക പാരിതോഷികങ്ങൾ നൽകുകയും ചെയ്യുക. എന്നാൽ ഇസ്ലാം മതത്തിൽ നിന്ന് ആരെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ട് തിരിച്ചു പോയാൽ, അല്ലെങ്കിൽ മറ്റു പ്രലോഭനങ്ങൾക്ക് വിധേയമായോ വിവാഹം ചെയ്തോ ഒക്കെ തിരിച്ചു പോയാൽ അവരെ കൊന്നുകളയണമെന്നാണ് നിയമം. ഇത് ആധുനിക കാലത്ത് പറയാൻ പറ്റാത്ത കാര്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇവരിത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഖുർആനും ഹദീസും മൗദൂദിയുടെ കിതാബുകളും ഒക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇവർ എത്ര മറച്ചു വെച്ചാലും ഇത് മറയ്ക്കാൻ കഴിയില്ല. ഇതൊരു വസ്തുതയാണ്. അതുപോലെ തന്നെ ഇത് ഗോത്ര നിയമമാണ്. കാരണം പഴയ കാലത്ത് ഗോത്രങ്ങൾ ഒരു ഗോത്രം വിട്ടു പോകുന്നവനെ ആ ഗോത്രത്തിന്റെ ശത്രുവായി കണക്കാക്കുകയും അവനെ ഓടിച്ചിട്ട് പിടിച്ച് കൊല്ലുകയും ചെയ്യുക എന്നുള്ളത് പ്രാകൃതമായ ഗോത്ര നീതിയാണ്. എന്നാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും യുഗത്തിലാണ്. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര പ്രഖ്യാപനങ്ങളിൽ അടിവരയിട്ട് പറയുന്നത് മനുഷ്യർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഇഷ്ടമുള്ളപ്പോൾ ഏത് മതം മാറാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കണമെന്ന്. മതമെന്നല്ല, അവന് ഇഷ്ടമുള്ള ഏത് പ്രത്യയശാസ്ത്രത്തെയും തന്റെ ജീവിതത്തിൽ സ്വീകരിക്കാൻ അവകാശമുണ്ട്. അത് മനുഷ്യന്റെ മൗലികമായ അവകാശമാണ്. ഇവിടെ ഒരാൾ പാരമ്പര്യമായി തനിക്ക് കിട്ടിയതാണ്. നമ്മൾ മതം വിശ്വസിക്കുന്നത് നമ്മുടെ ആരുടെയും ഓപ്ഷൻ കൊണ്ടല്ല. നമ്മളാരും ഇന്ന മതക്കാരനാവണമെന്ന് ജനിക്കുന്നതിന് മുമ്പ് ആർക്കും അപേക്ഷ കൊടുത്തിട്ടില്ല. നമ്മുടെ ഓപ്ഷനല്ല നമ്മുടെ മതം. നമ്മുടെ ഐച്ഛികമായി സ്വീകരിച്ചതല്ല നമ്മുടെ മതം. നമുക്ക് ചെറുപ്പത്തിലെ നമ്മൾ ഏത് കുടുംബത്തിൽ ജനിച്ചോ ആ കുടുംബത്തിൽ നമ്മുടെ കുരുന്നു മനസ്സിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസം പിന്നീട് അവൻ വളർന്ന് സ്വയം ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ പ്രായമാകുമ്പോൾ ആ വിശ്വാസങ്ങളെക്കുറിച്ചൊക്കെ അവൻ ഒരു വിമർശന ബുദ്ധി വിശകലനം ചെയ്യുമ്പോൾ ഇതൊക്കെ തെറ്റാണെന്നും മണ്ടത്തരമാണെന്നും അവന് ബോധ്യമാകുമ്പോൾ അവൻ ആ വിശ്വാസം ഉപേക്ഷിച്ച് പോകും. ചിലപ്പോൾ ഈ മതത്തെക്കാൾ നല്ലത് മറ്റേ മതമാണെന്ന് തോന്നുന്നവൻ മതം ഉപേക്ഷിച്ച് വേറൊരു മതത്തിലേക്ക് പോകും. ഇത് വളരെ സ്വാഭാവികമായ ജനാധിപത്യപരമായ ഒരു മനുഷ്യന്റെ അവകാശമായി കാണാൻ ഈ പ്രാകൃത മതങ്ങൾക്ക് സാധ്യമല്ല. മതം ഉപേക്ഷിക്കുന്നവനെ കൊന്നുകളയണം എന്നാണ് മതത്തിന്റെ നിയമം. ഇത് പ്രാകൃതമായ ഗോത്ര നിയമമാണ്, മനുഷ്യത്വത്തിന് നിരക്കാത്ത നിയമമാണ്. ഈ കാര്യത്തിൽ വിശ്വാസികൾക്ക് പോലും തർക്കമുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുപോലെ തന്നെ വളരെ പ്രാകൃതമായ വിചിത്രമായ അനേകം ഗോത്ര നിയമങ്ങളെ ഈ മത നിയമ സംഹിതയിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന മറ്റൊരു സംഭവമാണ്. ഒരുപാട് സിനിമയും കഥയും ഒക്കെ വന്നിട്ടുള്ള പത്രവാർത്തകളിൽ എപ്പോഴും വരുന്ന സംഭവമാണ്. വിവാഹമോചനം ചെയ്ത ഒരാൾ എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മുൻകോപത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മനോവിഭ്രാന്തിയുടെ പേരിലോ അല്ലെങ്കിൽ മദ്യപാനം കൊണ്ട് ബോധം നഷ്ടപ്പെട്ട സമയത്തോ ഒരാൾ തന്റെ ഭാര്യയെ 3 തലാക്ക് ചൊല്ലി ഒഴിവാക്കിയാൽ പിന്നീട് അയാളുടെ ആ തെറ്റിദ്ധാരണ മാറുകയും അയാളുടെ ഭാര്യയെ തിരിച്ച് അയാളുടെ കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്താൽ അവിടെ മതനിയമം ഒരു വലിയ തടസ്സം സൃഷ്ടിക്കുന്നു. എന്താണത്? അങ്ങനെ വിവാഹമോചനം ചെയ്യപ്പെട്ടാൽ ആ സ്ത്രീക്ക് പിന്നെ തിരിച്ച് അവരുടെ ഭർത്താവിന്റെ കൂടെ ജീവിക്കണമെങ്കിൽ ആ സ്ത്രീയെ മറ്റൊരാൾ വിവാഹം ചെയ്യുകയും അയാളുടെ കൂടെ അന്തിയുറങ്ങുകയും അയാളുമായി നിർബന്ധമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനെ തുടർന്ന് അയാൾ തലാക്ക് ചൊല്ലി ഒഴിവാക്കുകയും പിന്നെ 3 മാസം ഇദ്ദ ആചരിക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ ഈ സ്ത്രീക്ക് തന്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടൂ എന്നാണ് നിയമം. ഇത് ഖുർആനിലുള്ള നിയമമാണ്. ഇവിടെ ആരാണ് തെറ്റ് ചെയ്തത്? തലാക്ക് ചൊല്ലിയ പുരുഷനാണ് തെറ്റ് ചെയ്തത്. മദ്യപാനം കൊണ്ടോ മുൻകോപം കൊണ്ടോ മനോവിഭ്രാന്തി കൊണ്ടോ. ഈ അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായി നമ്മുടെ മലപ്പുറം ജില്ലയിൽ. അബൂബക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഗൾഫിൽ നിന്ന് അദ്ദേഹത്തിന് എന്തോ മാനസിക വിഷമം ഉണ്ടായ സമയത്ത് ഒരു പോസ്റ്റ് കാർഡിൽ തന്റെ ഭാര്യയെ തലാക്ക് ചൊല്ലി എന്ന് പോസ്റ്റ് കാർഡ് എഴുതി അളിയന് പോസ്റ്റ് ചെയ്തു. അത് പള്ളി കമ്മിറ്റിയിലെ ആ കാർഡ് കിട്ടി. പള്ളി കമ്മിറ്റിക്കാർ ഈ തലാക്ക് അംഗീകരിച്ചു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പിന്നെ മറന്ന് 2 വർഷം കഴിഞ്ഞ് അബൂബക്കർ നാട്ടിൽ തിരിച്ചു വന്ന് തന്റെ ഭാര്യ 6 മക്കളുള്ള ആ